ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ എത്തിയിട്ട് ഒരു 2 ദിവസമായി. ചെറുങ്ങനെ ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇടയിൽ കളമശ്ശേരി ഇവിടെ സൺസെറ്റ് വ്യൂ ഉണ്ടെന്ന് ചെക്കൻ പറഞ്ഞു. അതുകൊണ്ട് ഫുള്ള് വാക്കിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കളമശ്ശേരി എവിടെ ഇത്? റെയിൽവേൻ്റെ അടുത്തായി വരും ഗൈസ്. അപ്പോൾ കാഴ്ച കാണിക്കാം. ചെക്കൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോയിൽ മുങ്ങിക്കിടക്കാണ്. നല്ല നല്ല ക്ലിക്കുകൾ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം ഇതിലാണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ഷെരീഫ് ഗൈസ്, കൊച്ചി മെട്രോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കളർ കോഡിങ് ബിൽഡിംഗ് കണ്ട ഗൈസ്. ഇപ്പോൾ അപ്പുറത്തെ പച്ചപ്പും ഇവിടെ ചെറിയൊരു കായൽ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ചെക്കിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷെരീഫ, ആഴം നോക്കുന്ന ആഴമുണ്ട് ഗൈസ്. പോത്ത് വെള്ളം കുടിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ഗൈസ്. കുറേ പോത്തുകളുണ്ട് ഇവിടെ. 1 എണ്ണം, 2 എണ്ണം, 3 എണ്ണം. ഷെരീഫ്, ഓ അത് സൂര്യനല്ല ഗൈസ്, ഞാൻ സൂര്യൻ തെറ്റിദ്ധരിച്ചു പോയി ഗൈസ്. താറാവ് കുറേ ഉണ്ട് ഗൈസ്. ഇവിടെ താറാവ് പോറ്റണ സ്ഥലം. ഇവിടെ ഒരു ഇക്ക മീനിന് വേണ്ടി വല റെഡിയാക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് ഗൈസ്. കൊച്ചിയുടെ മറ്റൊരു ഭാഗം എന്ന് പറയാം. മിസ്റ്റർ ഷെരീഫ് ക ഓൺ ഷൂട്ടിംഗ് കാണുന്നുണ്ടല്ലോ ഗൈസ്. ഭയങ്കര ഷൂട്ടിങ്ങാണ് ഗൈസ്. അവിടെ തോണിയുണ്ട്, പിന്നെ ഇവിടെ തോണിയുണ്ട്. അത് നീ എടുത്താ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുത്തെ സൺസെറ്റ് ഇല്ലെങ്കിലും നേച്ചർ കണ്ട് ഫുഡ് കഴിച്ച് പിന്നെ ഒരു ഷോപ്പും കയറി. ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം പോകാൻ വേണ്ടി ബസ് വെയിറ്റിംഗ് ആണ്. 1 മണിക്കൂറും കൂടിയുണ്ട്. ഓക്കെ, ശരിക്കുണ്ട്. 10:10 ബസ്. അപ്പോൾ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാ തിരുവനന്തപുരത്ത് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. തിരുവനന്തപുരം പോകുന്നുണ്ട്. ബസ് കയറിയാണ്. ഷെരീഫ ഒന്നുമില്ല ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ തിരുവനന്തപുരം തമ്പന്നൂർ ഇറങ്ങി. ഇവിടെ ഒരു സൺറൈസ് വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു.
നമ്മുടെ ഇവിടെ ഇത് കാട്ടാക്കടക്ക് അടുത്തായിട്ട് സ്ഥലത്തിൻ്റെ പേര് വൈലാപ്പിൽ സസ്തംപാറ എന്ന് പറഞ്ഞിട്ടുള്ള. സോ അങ്ങോട്ട് പോവാണ്. സൂര്യൻ ഉദിക്കാൻ ഏകദേശം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളൂ. നോക്കട്ടെ, റിക്ഷ പിടിച്ച് പോകണം. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് വൈലാപ്പിൽ ശാലാന്ന്. വന്നിട്ട് മൂഞ്ചിരിക്കുകയാണ്. ചെക്കൻ പറഞ്ഞ് സൺറൈസ് കിട്ടും. എന്താ ആ കാണുന്നതാണ്. ഓക്കെ, ആ കാണുന്നതാണ്. പക്ഷേ സംഭവം എന്താ പറയുക, തുറക്കുന്ന 7 മണിക്കാലം. പിന്നെ എന്തിനാണോ സൺറൈസ് എന്ന് പറഞ്ഞിടുക? എന്താ നിന്റെ ബാക്കിൽ ഇരുന്നിട്ടല്ല ഞാൻ പറഞ്ഞേ. പിന്നെ ഈ ക്യാമറയുടെ ബാക്കിലല്ലേ അത്. ചെറിയ ചെറിയ ഹട്ടുകൾ. പാറ പാറ എന്ന് പറഞ്ഞാൽ മൊത്തം പാറ. ഏത് ചെറിയ മട്ടിലുള്ള ട്രക്കിംഗ് പോലെ തോന്നുന്നുണ്ട്. വലിയ പാറ. ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണ് ഗൈസ്. അങ്ങനെ സൺറൈസ് കണ്ടിരിക്കുകയാണ്. സൂപ്പർ സീനറി ഗൈസ്. അങ്ങനെ സൺറൈസ് കണ്ടിരിക്കുകയാണ്. സൺറൈസ് നഷ്ടപ്പെട്ടില്ല, കണ്ടു. മോർണിംഗ് സൺറൈസ് സൂപ്പർ ഗൈസ്. അവിടെ മലയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ചെക്കന് നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ, രാവിലെ വന്ന ബാക്കിലെ അമ്പലത്തിൽ കൂടി കയറാം. അങ്ങനെ തുറന്നു തന്നു. 7 മണിയാകുമ്പോൾ മൂപ്പര് വന്നു, ജോലിക്കാരൻ. 8 മണിക്കാണ് സമയം. നമ്മളെ പെട്ടെന്ന് കടത്തി കിട്ടി. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡപം ഫുള്ള് സ്റ്റെപ്പ്. ഇവിടെ മുഴുവനും നായയുടെ കാലച്ച് കാണുന്നുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ പാറല്ലല്ലോ ഗൈസ്. നായയുടെ സീൽ എങ്ങനെ വന്നു? സ്ഥിരമായിട്ട് വന്നു. എന്തിത്? ഐ ലവ് അമ്മ. ഗൈസ് അവിടെ ചായക്കട ഉണ്ട്, അത് തുറന്നു നിൽക്കില്ല. ഇവിടെ മുകളിൽ കയറിയാൽ തിരുവാതിരം കാണാം. തിരുവാതിരം ഗൈസ്. ഇവിടെ ടയേർഡായിട്ടുണ്ട്. ഇനിയും കയറാണ്ട് ഗൈസ്. ഗൈസ് ഇവിടുന്ന് അപ്പുറം സ്റ്റെപ്പില്ല. അവിടെ മണ്ഡപമുണ്ട്. ഷെരീഫ്ക
ഓ ഏത് പോസിലല്ല വീഡിയോ എടുക്കുന്നുണ്ടോ? ഇതിനപ്പുറം ഒന്നുമില്ല ഗൈസ്. ഓ യെസ് ഗൈസ്, ഇതാണ് വ്യൂ 360. മൊത്തം കാണാം ഗൈസ്. തിരുവനന്തപുരം ജില്ല ഇവിടെ കാണുന്നത്. ഇതാണ് 360 വ്യൂ. ഇവിടെ ഒരു പോണ്ട് ഉണ്ട് ഗൈസ്. ഗൈസ് ഇതാണ് പോണ്ട്. താമരയുണ്ട്, ആരോ അതിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പോണ്ട്. ചെക്കന് തിരുവനന്തപുരം സിറ്റി ആസ്വദിക്കുകയാണ് കണ്ട്. അവിടെ ഫുള്ള് സിറ്റിയാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം മൊത്തം 360 കാണണമെങ്കിൽ നിങ്ങൾ സസ്താപ്പാറ വരാ. ഓക്കെ ഗൈസ്, നമ്മൾ സൺറൈസ് കണ്ടത് ആ അമ്പലത്തിനടുത്താണ്. ഇവിടെ നിന്നാൽ കറക്റ്റ് കാണാമായിരുന്നു സൺറൈസ് അവിടെ ആ മലകളിലൂടെ. ഇപ്പോൾ സൂര്യൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 360 വ്യൂ. കണ്ടോളി ഗൈസ്. ഓക്കെ, ഇവിടെ സോളർ വേറെന്തോ ടവർ എന്തോ വെച്ചിട്ടുണ്ട്. അവിടെ ഒഫീഷ്യലി ഓപ്പൺ ആകുന്നത് 8 മണിക്കാണ്. ഇത് രാവിലെ ഓപ്പൺ ചെയ്തിരുന്നതിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നേനെ. നല്ല സൺറൈസ് ഉള്ള സ്ഥലമാണ് കന്യാകുമാരി. ഓക്കെ, കന്യാകുമാരി അങ്ങോട്ടാണ്. നാളെ അവിടെ പോകും. അതാണ് അവസ്ഥ. പക്ഷേ ഇവർ തുറക്കുന്നത് 8 മണിക്ക്. പക്ഷെ സൺസെറ്റ് കാണാൻ പറ്റും. നല്ല ആ ഒരു ഭാഗത്തായിരിക്കും സൺസെറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ആയിരിക്കും സൺസെറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങോട്ടുണ്ട് ഗൈസ് പോകണമെങ്കിൽ. പക്ഷെ പാറ അവിടെ എന്തോ മണ്ഡപം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കാനുള്ളതാണ് മണ്ഡപം. ഓക്കെ, അവിടെയുണ്ട്. സൺറൈസ് കിട്ടും, പക്ഷേ രാവിലെ വിടുന്നില്ലല്ലോ. യെസ്, ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇൻകം ഉണ്ടായിട്ട് നല്ല. ചെക്കൻ്റെ ഡെഡിക്കേഷൻ നോക്കിക്കോളി. ഡെഡിക്കേഷൻ ഇതാ അവിടെ താമര വളരുന്ന ടൈം ലാപ്സ് വെച്ചിട്ടുള്ള ഡെഡിക്കേഷൻ. ഊഫ്, ഏത് ഇത്ര കഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോഗ്രാഫറെ കിട്ടും ഞങ്ങൾക്ക്. ആ ആംഗിൾ നോക്കിയ ആംഗിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ് ഉറച്ചിട്ടുണ്ട്. കുറേ പക്ഷികൾ വാർന്നുണ്ട്. ഈ വടുക്കുമ്പോ പോയിരല്ലോ. ഇവിടെ ഒരാള് ടയേർഡായിട്ട് ഉറങ്ങുന്നുണ്ട്. മൂപ്പരയുടെ ഫോൺ വെച്ചിട്ട് വന്നിക്ക് നമ്മളെ താമരപ്പൂ വിരിയണ. വാ, വിരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഗരുഡൻ ഒന്ന് പാറിക്കൊണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ വൈറലായ സ്ഥലം കാട്ടാക്കട മോഹനെ കണ്ടിക്കാന്നുള്ള സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. കാട്ടാക്കട പിന്നീട് മോഹനെ അറിയിക്കും. പക്ഷേ ഇവിടെ ഹോട്ടലിൽ ഗൈസ് പൊറോട്ട അല്ലാതെ വേറെ ഒന്നുമില്ല. ഗ്യാസ് ഇല്ലാത്ത പ്രോബ്ലം കൊണ്ട് ദോശ ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ
ഹോട്ടൽ തപ്പി നടക്കാണ് ഗൈസ്. കാട്ടാക്കട ആരാ? മില്ലിലെ മോൻ. ഇതാണ് കാട്ടാക്കട ടൗൺ ഗൈസ്. നമ്മുടെ മോദിച്ച പറയുന്നത് ഗ്യാസ് ബുദ്ധിമുട്ടായിരിക്കില്ലാന്ന്. പക്ഷെ ഇവിടെ ഹോട്ടലുകാർ പറയുന്നത് ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കാത്തത്. കാട്ടാക്കട തന്നെയല്ലേ ഇത്? കാട്ടാക്കട ടൈപ്പോല. നമുക്ക് പള്ളി അടുത്തുള്ള ഐശ്വര്യ ഹോട്ടൽ നമുക്ക് പോയി നോക്കാം. ഐശ്വര്യ കാട്ടാക്കട എഴുതിയിട്ടുള്ള അമ്മ അത് ഇവിടെ കിട്ടും, അത് വേണം. ഐശ്വര്യ ഹോട്ടലിലേക്ക് എത്തിക്കാണ് ഗൈസ്. നമുക്ക് ഇനി പോയി നോക്കാം അവിടെ പൊറോട്ട അല്ലാതെ വല്ലതുണ്ടോ. കാണുമ്പോൾ വെജ് പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര റഷാണ് ഗൈസ്. റോഡ് ഇതിൻ്റെ അങ്ങനെ റോഡ് മറികടന്നു. അവിടെ കഴിക്കാൻ എന്തൊക്കെയുണ്ട്? ഓക്കെ, പൊറോട്ട അല്ലാതെ വേറെ സാധനങ്ങളുണ്ട്. അങ്ങനെ ഇടിയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇടിയപ്പത്തിന് ഇന്നുണ്ടാവും പാലുണ്ടാവും, തേങ്ങാപ്പാൽ, കറി ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. കൾച്ചർ വേറെ, തിരുവനന്തപുരം. ശേഷം ഫുൾ ടൈം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഫുൾ ടൈം നന്മ മരം. അങ്ങനെ ഫൈനലി ഫുഡ് കിട്ടി. സൂപ്പറായിരുന്നു. ഓക്കെ, വണ്ടി ഫുഡ് തന്നെ കിട്ടി. പിന്നെ ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ നിലവിൽ നടക്കൂല. അവരെല്ലാം വരുമ്പോൾ ഏകദേശം ഉച്ച 12-1 മണി. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ പോവാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. ലെറ്റ്സ് പോയിട്ട് ഏതെങ്കിലും മൃഗങ്ങളെ കാണുന്നോ, സിംഹത്തെ കാണുന്നോ, പുലിയെ കാണുന്നോ, ആനയെ കാണുന്നോ നോക്കാം. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഓഫീസ് ഇവിടെ തന്നെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ ആളുകളില്ല ഗൈസ്, സൺഡേ ആയിട്ട്. ₹20 ഡാം എൻട്രി. വളരെ ചീപ്പായി പോയി. അതാണ് ഡാം ടോപ്പ്. ഗൈസ് സറൗണ്ടിങ്സ് കാണിച്ചു തരാം. ഇൻഫർമേഷൻ ബ്ലോക്ക്. ഓക്കെ, നല്ല നല്ല വാട്ടർഫാൾ. എന്ത് വാട്ടർഫാൾ? ഇതിനെ എന്താ പറയുന്നത്? ആ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം ഡാൻസ്. ഇവിടെ നമ്മളെ ബസവ ഉണ്ട്, കൃഷ്ണനുണ്ട്. ബസവ എനിക്കറിയില്ല. ബസവടാ. ഷെരീഫിൻ്റെ ഫ്രണ്ട്. ഓക്കെ, ഷെരീഫും എൻ്റെ ഫ്രണ്ടും. ബാഡ് സ്മെല്ലുണ്ട്. അത് ഇതിൻ്റെ വൃക്ഷത്തിൻ്റെ അനുസരിച്ചിട്ട് തന്നെ പറഞ്ഞോളെ. ഇവിടെ പക്ഷിയുണ്ട് ചെറുങ്ങനെ. കേഷ് കാണാൻ ക്യൂറ്റ് കുട്ടൻ. ഓ, ഫോക്കസ് ആണെന്നില്ല ഗൈസ്. എന്താ ഇവിടെ കൂട്ടിലേക്ക് പോയി ഗൈസ്. അവിടെ ഒന്നുണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആ, ഇവിടെ നല്ല രസമുണ്ട് ഗൈസ്. എന്താ ഇവിടെ? പിന്നെ നമ്മളെ ചെറിയ ചെറിയ കുട്ടികൾ ഇവിടെ ഉണ്ട്.
ചെറിയ ചെറിയ തത്തകൾ. ഇവിടെ ബോഡി ബിൽഡേഴ്സ് ഉണ്ട് ഗൈസ്. ചെക്കനെ കണ്ടോളി. എന്തേ എന്താ സംഭവം? ഗൈസ് അങ്ങനെ നല്ല വെയിലും ഉണ്ട്. കേരളം കത്തുന്നത് ചുട്ടു പൊള്ളുകയാണ് ഗൈസ്. പക്ഷെ ഇവിടെ ഒരു മുഷിഞ്ഞ സ്മെല്ലുണ്ട് ഗൈസ്. ഡാമിലേക്ക് മുകളിലേക്ക് പോകുന്ന സ്ഥലം. ഞാടെ വീട്ടിലേക്ക് കേട്ടോ ഒരു ഫിക്കട്. നല്ല ഇതുണ്ടല്ലോ, ഓക്കെ. നമ്മുടെ 5 റുപ്യൻ്റെ കോയിനിൽ ബാക്കിലുള്ള രാജാക്കന്മാർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആംബിയൻസ് കൊള്ളാം ഗൈസ്. ആംബിയൻസ് സൂപ്പറാണ്. ഇവിടെ എന്തോരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. മാങ്ങാൻ്റെ മരമുണ്ടേ. ഡാമെന്ന് ഈ റേഞ്ചിലുള്ള വ്യൂ. അവിടെയാണ് വെള്ളം ഷട്ടർ തുറക്കുന്നതൊക്കെ. മുകളിൽ എന്തൊക്കെയുണ്ട് ഗൈസ്. കാടില്ലെങ്കിലും കാടിൽ നടക്കാൻ വേണ്ടി ജംഗിൾ വാക്ക്. ആർട്ടിഫിഷ്യൽ കാടിൽ നടക്കാം. ഞാൻ വിചാരിച്ച് ഏതോ ഒരു ചേട്ടൻ ഇവിടെ പണിയെടുക്കുകയാണ്. നോക്കുമ്പോൾ അതല്ല, ഇവിടെ നമ്മുടെ വീഡിയോഗ്രാഫറിൻ്റെ ഓരോ ടാലൻറ്റുകൾ കാണിക്കുകയാണ് ഗൈസ്. ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ കാണും. അവിടെ ഒരു മല കാണാം. ഓക്കെ, ഫ്ലവർ, പെപ്പർ ഫ്ലവർ. കുറച്ച് ആർട്ടിഫിഷ്യൽ ഡീർസുകളും അത്യാവശ്യം കൊള്ളാം ഗൈസ്. അവിടെ കുറേ മലകൾ കാണാം നമുക്ക്. കുറേ അല്ല ഗൈസ്, കുറച്ചും കൂടി ഉണ്ട്. ഇതാണ് ലുക്ക്. ആർട്ടിഫിഷ്യൽ ഡീർസുകളും ഗൈസ്. ഡാമിൻ്റെ ഇപ്പുറത്തേക്ക് കൂടി സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളം. ആർട്ടിഫിഷ്യൽ ആനയുണ്ട്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിലെത്തിയ ഗൈസ്. അവിടെ ഒരു ബോട്ടൊക്കെ പോകുന്ന കാണാം. ഹൗസ് ബോട്ടിങ് ആക്കാം. നമ്മൾ വന്ന സ്ഥലം വാങ്ങുന്ന അവിടുന്ന് ഇവിടേക്ക് എത്തി. ഇവിടെ ഒരു ഡാം ഇളക്കിയിട്ടുണ്ട്, ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. ഓക്കെ, ചൂട് ഒരു രക്ഷയില്ല ഗൈസ്. എന്നിപ്പോൾ നേരത്തെ കണ്ട ന്യൂസിൽ ചൂട് ഇനിയും കേരളത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുമെന്നാണ് കണ്ടത്. നമ്മൾ ക്രോമണേൻ്റെ സ്റ്റോറി, നമുക്ക് ന്യൂസ് പേപ്പർ അതാണല്ലോ. ഭയങ്കര ചൂടാണ് ഗൈസ്.
ഇങ്ങനെ പോയാ ദുബൈ ആയി മാറും തോന്നുന്നുണ്ട് കേരളം. ഇത് അവിടെ ഒരു നല്ലൊരു വീട് കാണുന്നുണ്ട്, പാലേസ് പോലത്തെ, കാണിച്ചു തരാം. ആ ഒരു സാധനം വീടാണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ അല്ല. പിന്നെ അവിടെ പാറ ഗൈസ്, അവിടെ ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ നിന്നാൽ നമുക്ക് 360 മുകളിൽ കാണാം. ഇത്രയും മുകളിലുള്ളൂ, അതിനായിട്ട് നമ്മൾ മിനിഞ്ഞാന്ന് പോയില്ലേ, ഇവിടെ ഉണ്ട്, തിരുവനന്തപുരം കാണാം. ഇവിടെ അത്ര പോയി നമ്മൾ ഇവിടെ ചെറിയ തണലുണ്ട് ഗൈസ്, ഇച്ചിരി ആശ്വസിക്കാം. ഹാ എന്താ സുഖം. മരം 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 വൃക്ഷം തണൽ നൽകുന്നു. ഡാമിൻ്റെ ഇങ്ങേയറ്റം. ഇവിടെ ഇപ്പോൾ താഴെ പോയി നമുക്ക് ആ ഷട്ടറിൻ്റെ ഇവിടേക്ക് പോകാനുള്ള ഇതുണ്ട്. കൺഫ്യൂഷനാണ്, ആദ്യം പെവിലിയനിക്ക് പോകണം അല്ല ഇവിടെ പോകണം. ചെക്കന് ഓരോ പിക്ക് എടുത്തുകൊണ്ട് ഓരോ ആംഗിൾ സെറ്റ് ചെയ്ത് നമ്മളെ ഫോട്ടോഗ്രാഫർ ഉഷാറാണ് ചെക്കൻ. ഗൈസ്, മരുഭൂമിയിലെ യാത്രകൻ, ഇത് സഞ്ചാരി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുക്കനെ നോക്കി ഗൈസ്, ഏത് നടത്തം. നമുക്ക് കാണാത്ത പല ആംഗിളും ഷെരീഫിന് കാണുന്നോ? അങ്ങനെ ചെക്കൻ നോക്കിയ പിക്ക് എടുക്കണം. അങ്ങനെ ആടെ ജീവിതത്തിൽ ഷെരീഫ് വന്നിരിക്കുകയാണ്. അത് താഴെ ഡാം ഓപ്പൺ ആയ അടുത്തേക്ക് ഡോറ്. ഗൈസ്, അവൻ പോയി, നമുക്കിറങ്ങാം. ഇങ്ങ് പോയി വരാം. അല്ല, ഇവിടെ പോയി വരാം. എന്നാ അങ്ങോട്ടോ പെവിലിയൻ. പെവിലിയൻ എന്ത് പെവിലിയൻ? കപ്പിൾസ്. പെവിലിയനിലേക്ക് സ്വാഗതം. ഇതിൻ്റെ മുകളിൽ ഇരിക്കണം അല്ലേ, നല്ല വ്യൂ ഉണ്ട്. ശരിഫാ, ഇതിൻ്റെ മുകളിൽ ഇരിക്കണടാ. ഡാമിൻ്റെ ഇപ്പുറ ഭാഗം ഇങ്ങനെ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ പെവിലിയൻ കയറാൻ പോവാണ്. മുകളിലെത്തി ഗൈസ്, ഇതാണ് ചുറ്റ് കാണുന്ന വ്യൂ. ഇത്ര ഉള്ളു, വലിയ ഫീൽ കിട്ടാനില്ല ഗൈസ്. ഇതന്നെ എൻ്റെ സൈസിലുണ്ട് ഇവിടുത്തെ അത് ബാരിക്കേഡാ, ചുറ്റും വെള്ളം. ഓക്കെ, പക്ഷെ ഇവിടുന്ന് ഒരു ലുക്ക് ഉണ്ട് ഗൈസ്. കാണാം, ഉണ്ണി തന്നെ ശബുനിയാണ്. വേറെ അവിടെ കിട്ടിക്കില്ല ഇവർക്ക്. ചക്കയും ചുക്കയും കുക്കും റെജിയും. പുതിയൊരു ആറാട്ട്, ടീം ആറാട്ട് അവിടെ. ശോഭി ദിനേഷ് 31/7/2022. ഓക്കെപ്പാ, ചെക്കൻ 2022 വന്നിട്ടുണ്ട്. എന്തുവാ ഇത്, വാഴയില മാത്രം പോകാം. ഇവിടുന്ന് ഒരു നൊസ്റ്റാൾജിയ വ്യൂ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് നടക്കുകയാണ്. ബസ് സഫാരി ട്രക്കിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എഴുതിയത് മാത്രമാണോ ഉണ്ടോയെന്നറിയില്ല ഗൈസ്, നമുക്ക് ചെക്ക് ചെയ്യാം. ഫോട്ടോ എടുത്തിട്ടായ കഴിഞ്ഞോ? ആ, എടുക്കണ്ടേ? ടിറ്റ് യാത്രക്കാരൻ്റെ ഒരു ലുക്കില്ലേ ഗൈസ് മോനെ, അത് ഞാൻ വേണ്ട പറഞ്ഞോ. അങ്ങനെ നമ്മൾ ഇച്ചിരി തണലും കൂടിയുള്ള സ്ഥലം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വേറെ ഒരു ബോട്ട് ഉണ്ട്, ഹൗസ് ബോട്ട് കാര്യങ്ങൾ.
ഇവിടെ കുറേ ടൂറിസ്റ്റുകളുണ്ട് ഗൈസ്. ആന ബോട്ടിൽ പോയി വൈൽഡ് ലൈഫ് സാങ്ച്വറി ചെയ്യാൻ പോവാണ്. ടിക്കറ്റിലേക്ക് കണ്ട് പോയിക്കൊണ്ടിരിക്കുക. ടിക്കറ്റ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒരു അക്വേറിയം. ഓഹോ, എന്തൊരു കൂളാ. Got a package. എങ്ങനെ ടിക്കറ്റ് കെട്ടിയിരിക്കുകയാണ്. പണ്ടേ ഞാനൊരു വാഴ. ബോട്ട് വെയിറ്റിംഗ് ആണ്. CRPF കയാക്കിങ് ഇല്ല അല്ലേടാ, സ്പീഡ് ബോട്ടാതെടാ. വരുന്നത് ഗൈസ്. ഡീറൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട്. ക്രൊക്കഡൈൽ, ഡീർ. ഡ്രൈവർ കാക്ക ഇത് വെയിലുണ്ടാ. നീ അടുക്ക്. ഈ ഒരു ആംഗിളിനടുത്ത് അത് വേണ്ട. AC ഇല്ല ഗൈസ്, ബോട്ടിൽ AC ഇല്ല. ഇയാൾ ഇവിടെ ഉണ്ടോ? CRPF ഇല്ല. നമുക്ക് മാനുകൾ കാണുന്നുണ്ടോ നോക്കാം. ഡാമിൻ്റെ മറുവശത്തിൻ്റെ അടുത്ത് കൂടി നമ്മൾ പോകുമ്പോൾ മാനുകളെ കണ്ടാൽ നന്നായിരുന്നു. എവിടെയൊക്കെയാണ് വൈൽഡ് ലൈഫൊക്കെ ഉണ്ടാവുക, ഒന്നും കാണുന്നില്ല. എന്താണെന്നറിയില്ല, മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനൊന്നും വേണ്ടേന്ന്. അഗസ്ത്യാർ ട്രക്കിംഗ് ആലോ ആ കാണുന്നത്. വാവ്, ജസ്റ്റ് വാവ് ഗൈസ്. അവിടെ മല, ഇവിടെ മല, മൊത്തം മല, മുങ്ങാൻ മല.
അങ്ങനെ നമ്മൾ ബോട്ട് ഇറങ്ങി കാട്ടിലേക്ക് പോവാണ് ഗൈസ്. ഹാ എന്താ രസം സുഹൃത്തുക്കളെ. ഞാൻ പറയുന്ന പോലെ സുഹൃത്തുക്കളെ. മുതലക്കൊള്ളാന്ന് തോന്നുന്നു. മുതലേ ഈ പുഴയുടെ വെള്ളം ഐസില്ല ഗൈസ്, ഭയങ്കര ചൂടല്ലേ. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെള്ളത്തിന്. ക്രൊക്കോഡൈൽ വെള്ളത്തിൽ ഉറങ്ങിയിരിക്കുകയാണ്. മീനിട്ടില്ല, തിന്നിട്ടത് അവിടെ മീനിട്ടിട്ട്. പോവാം. ഇന്ന് ഡീർ പാർക്കിലേക്ക് വാക്കിംഗ് ആണ്. ഒരു 10 മീറ്ററും കൂടി കഴിഞ്ഞാൽ ഡീർ പാർക്കാലോ. കാട് കാണുമ്പോൾ കാടിലേക്ക് കയറി ഇങ്ങനെ ചെല്ലാൻ മനസ്സ് വരാം. പക്ഷെ വാറ്റിടും. നോ പെർമിഷൻ. യു വിൽ നോട്ട് ഗെറ്റ് എനി പെർമിഷൻ. ഒരു ഫോറസ്റ്റ് ഓഫീസർ ആയവരൊന്നും ആഗ്രഹിക്കാം. എൻ്റർപ്രണർഷിപ്പ് എന്ന് മാറണം. അതെ ശരി. ഇപ്പം അതെ 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 നല്ല എൻ്റർപ്രണർഷിപ്പ് ഒന്ന് മാറിയിട്ട് കുറച്ച് കാലം സന്യാസ ജീവിതം മാറിയില്ല. നമ്മൾ ഫോറസ്റ്റ് ജീവിതം, ഫോറസ്റ്റ് ജീവിതം, അഡ്വഞ്ചർ ലൈഫ്. ഇവിടെ എന്തൊക്കെ രാമായണുണ്ട് ഗൈസ്. ഇതിൻ്റെ ഒരു എൻട്രൻസ് നോക്കി. എൻ്റെ തറവാട്ടിൽ പണ്ട് നമ്മുടെ നാട്ടിൽ കൊട്ടയെന്ന് പറയും, പറങ്കൈ. അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ട്. ഇപ്പം ഇല്ല കൈ, ഇപ്പം മൊത്തം കൊത്തി എല്ലാം തോട്ടയും റബ്ബറുമാണ് ഇപ്പോൾ ഉള്ളത്. നോക്കാം നമുക്ക് മാനുകളെ കാണുന്നോ. ഓക്കെ. പെരിയ പെരിയ കാട് താണ്ടി കടൽ താണ്ടി ദൂരമ അല്ല, മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, പെരിയ പെരിയ കാട് താണ്ടി കടൽ താണ്ടി. ഗൈസ് ഫുള്ള് ബാമ്പോ, ചുറ്റു ബാമ്പോ. ഹായ് ബാമ്പൂ ബമ്പൂ. ഇതെന്താടാ മാർക്കറ്റിൻ്റെ കൊടിയ? കൊരങ്ങനെ ഞാൻ തന്നെ ഉണ്ട്. പിന്നെ നീ വേറെ കൊരങ്ങനെ അവിടെ ഉണ്ട് ഗൈസ്. ഒരു കൊരങ്ങൻ. കൊരങ്ങനൊക്കെ എൻ്റെ വീട്ടിലിഷ്ടം പോലെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എടുക്കടിയിട്ട് പോകുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഡീർ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ എത്തിയിരിക്കുകയാണ്. പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ആകെയുള്ളത് ഒരു ഡീർ പാർക്കും ക്രൊക്കഡൈൽ പാർക്കും. നിൽക്ക കണ്ട് ഗൈസ്. മാന് ഒന്നവിടെ, പിന്നെ ഒന്നവിടെ ഉണ്ട് ഗൈസ്. ഒരു മാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടെ ഒന്നുണ്ട്, ഇവിടെ പാറക്കലിൻ്റെ അടുത്ത് ഒന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. അത് പെറ്റത്ര അങ്ങനെ.
എൻ്റെ 3x കറക്റ്റ് വരും. എവിടെ വരും? എന്നെ നേരുന്നാണ്ട. മാഷാ അല്ലാ. എടുത്തോ, പിക്ക് എടുത്താ. ഹായ് മങ്കീസ്. കുറച്ച് പേരവിടെ കുളിക്കുന്നുണ്ട്. കാടിലെ ആൾക്കാരാ നാട്ടിലെ ആൾക്കാരാന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ മഞ്ഞ കണ്ടു, കുരങ്ങനെ കണ്ടു, മുതലയെ കണ്ടു, പ്ലസ് ബോട്ടർ. ഓക്കെ, മുതല അങ്ങനെ നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഗൈസ്, ആർട്ടിഫിഷ്യൽ എന്ത് വാട്ടർ ഫ്ലോ. അതിന് മിനിമം 10 ആൾക്കാർ 60 ആൾക്കാരെല്ലാം വേണമല്ലോ. അറിഞ്ഞാ? അറിയില്ല. ഗൈസ്, 3D ക്രിയേറ്റിവിറ്റി. ഓ, ഐ ലവ് നെയ്യാറ്. 3 സ്പീഷീസ് ഓഫ് കർക്കഡൈൽ. ഇതാണ് 3. ഓക്കെ, एक കർക്കഡൈൽ इधर ये नहीं है. ഇത് പൂവങ്കോയല്ലോ. ഓ, എന്താ കോയിനുള്ള കെട്ടണേ? മുതലച്ചേട്ടൻ. ഹലോ ബോസ്. ഇങ്ങനെ നോക്കിയേ ബോസ്. അല്ല, ഫെൻസ് ഗോയ്സ്. ഗൈസ്, ഇവിടെ കുട്ടി മുതലുണ്ട്. കുട്ടി മുതലുണ്ട്. ഇതെവിടെ? വേറൊരു മുതലേ. ഇത് നാടൻ മുതലേ. നാടൻ മുതലൊക്കെ സൗണ്ടിൽ അറിയാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. പിന്നെ എനിക്ക് മനസ്സിലാവും. ഓഹോ, നല്ല പിക്ക്. മുതല 25 വയസ്സാണ്. എന്നെക്കാളും മൂത്തതാണ്. ഗൈസ്, വായ വളർന്നിട്ടുണ്ട്. എടാ, ഇത് സ്റ്റാച്ചു അല്ലല്ലേ? ആഹാ, വാവ്. ഇവിടെ വേറൊന്ന്. റിവറിന്നാ? ആടുന്ന് പിടിച്ചിട്ട് ഇടുന്നേ. ആ, അപ്പം അതിൻ്റെ അടിയിലുണ്ടാവോ മുതല? കുഞ്ഞുങ്ങളെപ്പോലെ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ. അടർച്ചിൻ്റെ കണ്ടോ. നമുക്ക് അടുത്ത നോക്കാം. ഇത് പൊട്ടക്കിണറാണ്. ഓക്കെ, വരുന്നുണ്ട്. ഇങ്ങോട്ടൊന്ന് വായു വന്നിട്ടുണ്ട്. ഒരെണ്ണം, രണ്ടെണ്ണം. അതാണ് ഇത് ഏത്? ഇത് ഞാൻ ബായി ഇവിടെ കൈ ഉണ്ടല്ലോ, തിന്നാൻ വരാൻ കഴിയാൻ നോക്കണം.
വെള്ളം വളരെ നെല്ലിക്ക സൂപ്പറാ ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഡാമിൻ്റെ വെള്ളം പോണ ഭാഗത്തേക്ക്. ഓ സീൻ സീൻ സീൻ. എന്തെന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ല്. ഇത് ഏറ്റവും അടിയിൽ നിന്നുള്ളതാണ് പുഷാക്കുന്നില്ല. ഓക്കെ, മുകളിൽ അപ്പം അടിയിൽ വേസ്റ്റ് അല്ല ഇതുണ്ടാവും. ചേടീൻ്റെ സ്മെല്ലാണ് വരുന്നത്. നമ്മളെ സയൻറ്റിസ്റ്റ് ആയ ഷെരീഫ് അവർകൾ അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ എൻ്റർ ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ റീസൺ. ഗൈസ്, ഇവിടുന്ന് വെള്ളം പോവാണ്. ഏത് മജേ റെയിനി സീസണിൽ. റെയിനി സീസൺ ചിന്തിച്ചു ഗൈസ്. ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഭയങ്കരം തന്നെ. സീനാണേ വല്ലത്തും സീനാണേ. സീൻ ഗൈസ്, ഇത് സൂപ്പർ. വാവ്, അതിൻ്റെ കാറ്റിൻ്റെ ഫോഴ്സ് ഭയങ്കരം വരുന്നതാണ് ഗൈസ്. ഡാമിൻ്റെ താഴ്ഭാഗം മഴക്കാലത്ത് മാത്രം ഓപ്പൺ ആക്കുന്ന ഡാമാണ് ഗൈസ്. ഒരുപാട് മഴയുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവും. സ്വിമ്മിങ് പൂൾ വേണമെങ്കിൽ അവിടെ ഉണ്ട്. പക്ഷേ എന്താണ് സംഭവം, ആൾക്കാരില്ലാത്തതുകൊണ്ട് അതിങ്ങനെ കിടക്കുകയാണെന്ന് തോന്നുന്നു. And our man goes and here one girl swings. Okay, മാങ്ങണ്ടാ ശരിപ്പോ. മാങ്ങ പറിക്കുന്നോ? ഗൈസ്, ഉപ്പിൻ്റെ നെല്ലിക്ക പങ്ങര കഴിച്ചു. ഇപ്പോൾ വെള്ളം കുടിക്കണം. ഉപ്പ് തിന്തവണം നീർക്കൂട്ടിലേ വെക്കും. കലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ. ഇയാളിത് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് താങ്കൾ ഉദ്ദേശിക്കണേ? താങ്കൾ മീൻ പിടിക്കുകയാണോ? അല്ല, നിന്ന് പിടിക്കുന്നുണ്ടോ ഗൈസ്? ഇതിൽ മീൻ കാണുന്നില്ല. ഇവൻ എന്നെ എന്തായി മറിച്ചിടാൻ നോക്കി. ഒന്നും കൂടി അറിഞ്ഞേ. അങ്ങനെ നെയ്യാർ ഡാം കഴിഞ്ഞു ഗൈസ്. ഓൾ ഇൻ ഓൾ വേർത്താണ്. പക്ഷെ ടൂറിസ്റ്റുകൾ ഒന്നും കൂടി അധികം ഉണ്ടായിരുന്നേ കുറച്ചും കൂടി ഗൈസ് വരാം, ഇവിടെ വന്ന് കാണാം. പക്ഷെ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു വിൻ്റർ സീസൺ തീരാനാണ് സമയത്ത് വന്നാലും നല്ലതാണ്. പിന്നെ അടുത്ത എവിടെ ലൊക്കേഷന് ഗൈസ്? അടുത്തൊരു സൺസെറ്റോ കോവളം ബീച്ചോ എന്തെങ്കിലും നോക്കാം. ഇത് കഴിഞ്ഞ് വേറെ നമസ്കാരം. ശരി ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷൻ പിടിക്കാം. ഇപ്പോൾ കറക്റ്റായി ഗൈസ്. ഞാൻ നോക്കാം എന്താ അത് ഒരു വല പിടിച്ച രീതിക്ക്. കാട്ടാക്കട ഇവിടെ, അടുത്ത കാട്ടാക്കട വേണം. ബാംഗ്ലൂർ ട്രാഫിക് ഉണ്ട്, ഇത് തിരുവനന്തപുരം ട്രാഫിക്. കൊച്ചിയിൽ പോലീസ് ട്രാഫിക് ഇല്ല, ഇത്ര മല്ല പോകുന്നത്.
തിരുവനന്തപുരം കേരളത്തിലെ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. തിരുവനന്തപുരം സെൻട്രൽ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റിയിലെ KSRTC ബസ് സ്റ്റാൻഡ് ഇങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തിയില്ലേ. എന്നിട്ട് ഇവിടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, കഞ്ഞി കുടിച്ച് പിന്നെ കാണാം. എപ്പോഴും കൊടുത്തു പോകുന്നതാണ്. വൈകുന്നേരമായിട്ടുണ്ട്. ഭയങ്കര ചൂടുണ്ട്. ഇപ്പോഴത്തെ ട്രാഫിക്കാണ്. ഇവിടെ ട്രാഫിക്, അവിടെ ട്രാഫിക്, എല്ലാ ഭാഗത്തും. ഗൈസ് നല്ല റഷുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ബീച്ച് സൈഡ് എത്തിയിരിക്കുകയാണ്. കോവലം ബീച്ച് നല്ല റഷുണ്ട് ഗൈസ്. ഗൈസ് കോവലം ബീച്ചിൻ്റെ മറ്റേ ഭാഗം. ഗൈസ് ലൈറ്റ് ഹൗസ്. അവിടെ ഒരു ആഫ്രിക്കക്കാരന് കുറേ സമയം നല്ല വേവ്സിന് വേണ്ടി കാക്കുന്നത്. സൺസെറ്റ് ആവാറായി. ഇന്ന് കറക്റ്റ് കിട്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. ഹോട്ട് ബോള് കാണാൻ പറ്റുന്നുണ്ട്. ആ സൂര്യൻ്റെ വീട്ടിലേക്ക് ആ പക്ഷി പറന്ന എന്ത് സൂപ്പറായിരുന്നേന്. ഒന്നാം നിലാവ് കണ്ടിരിക്കുകയാണ്. അവിടെ ലൈറ്റ് ഹൗസിൽ നിന്ന് റേപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കടലിൽ കുറേ ആൾക്കാർ താമസിക്കുന്നു തോന്നുന്നു ഗൈസ്. ഫുള്ള് വെളി. നമ്മൾ അങ്ങനെ എത്തി നാഗർകോളി എത്തിയിരിക്കുകയാണ്. കന്യാകുമാരി പോവാണ് ഗൈസ്. ഇവിടെ വന്ന് പൊട്ടി ബോർഡെല്ലാം തമിഴ്. ജിമിനോട് എന്ത് ചോദിച്ചാലും എല്ലാ ഇതും കന്യാകുമാരി അതും കന്യാകുമാരി ബോർഡ്. ഇപ്പൊ ഇത് കന്യാകുമാരിയിൽ കയറിയായിരുന്നു. ചിലപ്പോൾ നാട്ടിലേക്ക് എത്തും. അപ്പോൾ ശരി ഗൈസ്, ഈ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നാളത്തെ വിശേഷം നാളെ കാണാം. അപ്പോൾ ശരി, ബൈ. അസ്സലാമു അലൈക്കും.